ഹായ് ഹലോ എവരി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചധികം നാളായല്ലേ ഞാൻ ഇതുപോലത്തെ ഒരു വ്ളോഗ് ടൈപ്പ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലും ഇവരുടെ കംപ്ലീറ്റ് മുറ്റും നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിനാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയും വരാന്തയെല്ലാം കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഗാർഡനും ലാൻഡ്സ്കേപ്പും എല്ലാം കാണാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻ്റെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഫുള്ള് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഫ്ലവേഴ്സും പിന്നെ ഫ്ലവർ ഇല്ലാത്ത ചെടികളും എല്ലാം ആയിട്ട് ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെയെല്ലാം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും അല്ലേ. എനിക്ക് പിന്നെ ചെടികളെ പറ്റിയിട്ട് ABCD അറിയാത്തതുകൊണ്ട് തന്നെ എന്താ എങ്ങനെയാണെന്നൊന്നും പറയാനറിയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വീട്ടിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് കാണാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് ആരതാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്. അപ്പോൾ സിസ്റ്ററും ഓരോ ഹസ്ബൻഡും മക്കളുമാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരെയും വീട് വരുന്നത്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവരിങ്ങനെ ചെടിയിൽ ഇങ്ങനെ കുറച്ച് എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എല്ലാം ഒരു യുണീക്ക് ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ. എവിടെയും കാണാത്തൊരു ടൈപ്പ് ഉണ്ടാവൂലേ, അങ്ങനത്തെ ടൈപ്പാണ് എല്ലാം വന്നിട്ട്. പിന്നെ ഈ ഒരു ബോഗൺ വില്ലൻ്റെ പേര് മാത്രമേ എനിക്കറിയാം കേട്ടോ. പല കളേഴ്സിലുള്ള ബോഗൺ വില്ലാസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഫ്ലവർ ഷോന് പോയ ഫീലായിരിക്കും ഇവിടെ ഇങ്ങനെ കയറി നടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ ഇതാ ഈ ഒരു ഫ്ലവർ കണ്ട, ഇത് 4 മണിപ്പൂവാണ്. കാരണം ഇത് ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. 10 മണിപ്പൂവും ഇവിടെയുണ്ട്. അത് ആ ഒരു വൈകുന്നേരം ആകുമ്പോൾ അതങ്ങ് കൊഴിഞ്ഞു പോവുമല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ ഫ്ലവറൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല. പിന്നെ ഈ ഒരു ബോഗൺ വില്ല കണ്ട പല കളേഴ്സിലും ഉണ്ട് കേട്ടോ. ഡബിൾ കളറായിട്ട് വരുന്നതും സിംഗിൾ കളർ വരുന്നതും പിന്നെ അതിൻ്റെ ലീഫ് വേറെ ടൈപ്പിൽ വരുന്നതും അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ബോഗൺ വില്ലാസ് ഇവിടെയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോട്ടും എല്ലാത്തിൻ്റെ പോട്ടും നല്ല ഭംഗിയിലാണ് ഇവർ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ മസ്കൻ വേണ്ട, ഇത് ഈ വീട്ടിൻ്റെ പേരാണ് കേട്ടോ. ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതേനും വീട്ടിൻ്റെ പുറത്ത്. അപ്പം അത് ഈ ഒരു സീറ്റിൽ ഇപ്പം അങ്ങ് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാ എല്ലാം നല്ല പോട്ടിലിങ്ങനെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ മതിലെല്ലാം കംപ്ലീറ്റ് വെച്ചതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എല്ലായിരിക്കും കേട്ടോ ആ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ ഈ ഒരു കോർണർ അവർ ഇതുപോലെ ഇങ്ങനെ ഒരു ജസ്റ്റ് ചെറിയൊരു വാട്ടർഫോളെല്ലാം ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു മുറ്റാണ് കേട്ടോ, ബട്ട് അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോണ്ടിൽ കുറച്ച് മീനിനെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടങ്ങ് ഓടിക്കളിക്കുന്ന പിന്നെ ഒരു താമര പോലത്തെ എന്തോ ഒരു സംഭവം, പൂവില്ലാത്ത ഇലകൾ പോലത്തെ എന്തോ ഒരു സംഭവം ആ പോണ്ട് നിറയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിലെ വെള്ളം തന്നെ മോട്ടർ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഇങ്ങനെ വീഴുന്നതാണ്. അപ്പോൾ അത് ഓണാക്കിയിട്ടുള്ള വ്യൂവും ഞാൻ വീഡിയോൻ്റെ ഇങ്ങനെ മിഡിലായിട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബോഗൺ വില്ലയെല്ലാം കണ്ട എല്ലാ ബോഗൺ വില്ലാസും ഒരു യുണീക്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട്. വൈറ്റ് ബോഗൺ വില്ല ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ബാക്കി എല്ലാ കളറും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാ ഈ ഒരു ചെറിയ ഏരിയയെല്ലാം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസേജും പിന്നെ 2 സൈഡിൽ പുല്ലും മുളപ്പിച്ചിട്ടും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട ഓരോ മോളുടെ പഴയ സൈക്കിളെല്ലാം അങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ ചട്ടിയെല്ലാം വെച്ച് ഡെക്കോർ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെല്ലാം കളയുന്ന ഐറ്റംസ് എല്ലാം ഇതുപോലെ മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് പെയിൻറ്റെല്ലാം അടിച്ചാൽ ഒരു വേറെ തന്നെ ഒരു ലുക്കായിരിക്കും. ഒരു വിൻറ്റേജ് തീമിലാണ് കേട്ടോ ഇവരിതെല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെടിയുടെ ലീഫ് കണ്ട ഡബിൾ ലീഫായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത പോലത്തെ ഒരു ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വീട് പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പും കൂടി ഇതുപോലെയെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ വീടിൻ്റെ ലുക്ക് തന്നെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പല ടൈപ്പിലുള്ള പോട്ടും പല ടൈപ്പിലുള്ള ചെടിയുമുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടിൽ പോലും ഇതുപോലെ ഇങ്ങനെ ഓരോ ടൈപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുള്ളുള്ള ബോൾ പോലത്തെ സംഭവം കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ എല്ലാ ചെടിൻ്റെയും കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പേര് പറയാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ക്ലീനാക്കി തുടച്ച് വെക്കാൻ തന്നെ കുറേ ടൈം എടുക്കും. ഈ ഒരു ലീഫിലെല്ലാം പൊടി പിടിച്ച് കഴിഞ്ഞാൽ അത് ക്ലീനാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ബോഗൺവില്ലാസ് എല്ലാം കണ്ട ഇതിൻ്റെ എല്ലാം ലീഫ് പോലും ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നുന്നില്ലേ. ഈ ഒരു ലീഫെല്ലാം നല്ല കട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങും ഉണ്ട്. അതിൻ്റെ സ്റ്റെമ്പാണെങ്കിലും നല്ല തടിയുള്ളൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് എത്തുക. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ പുല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കണ്ട അവിടെ റോഡാണ്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു സ്കൂളാണ്. പിന്നെ കംപ്ലീറ്റ് പോട്ടിലാണ് കേട്ടോ ആ ചെടി ഫുള്ള് ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു നീളമുള്ള പോട്ടെല്ലാം കണ്ട അതിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്ക് സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ചീരയും പിന്നെ കുറച്ച് പച്ചക്കറികളും സംഭവങ്ങളെല്ലാം കേട്ടോ കൂടുതൽ കാണാൻ വേണ്ടി പറ്റുക. ഈ ഒരു റെഡ് കളർ ലീഫുള്ളത് കംപ്ലീറ്റ് ചീരയാണ്. അപ്പോൾ ചീരയെല്ലാം നമ്മൾ വീട്ടിലിങ്ങനെ നട്ട് വളർത്തി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ തിന്നിട്ട് ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ട ബോഗൺവില്ല ഡബിൾ കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലെയിൻ അങ്ങ് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ബോഗൺവില്ലാനെ പറ്റിയിട്ടല്ലേ. അപ്പോൾ ഇതുപോലെ പല ഡബിൾ കളേഴ്സിലുള്ള ബോഗൺവില്ലാസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് കണ്ട രണ്ട് ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് തമ്മിൽ ഇങ്ങനെ മിങ്കിളായിട്ടാണ് കേട്ടോ വളർന്നിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുണ്ട്. ഡബിൾ കളറല്ല, ബട്ട് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കളറിൽ. പിന്നെ ഈ ഒരു ലീഫ് കണ്ട ബോഗൺവില്ലൻ്റെ ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ലീഫിൽ ബോഗൺവില്ലാസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോർമലി ഇതുപോലത്തെ ലീഫെല്ലാം കാണുന്നത് ഫ്ലവർ ഇല്ലാത്ത ചെടിക്കാണല്ലോ. അപ്പോൾ ഈ ഒരു ബോഗൺവില്ലൻ്റെ ചെടിക്ക് ഈ ഒരു ഡബിൾ കളർ ലീഫ് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്കായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലവർ ഷോന് പോയ ഒരു ഫീല് തോന്നും കേട്ടോ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പോട്ടെല്ലാം കുറച്ച് എന്തെല്ലോ സംഭവങ്ങളെല്ലാം ചെയ്ത് ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള വ്യൂ. ഇവരുടെ മതിലിൻ്റെ മേലെയും പിന്നെ ആ GI പൈപ്പ് വെച്ചതിൻ്റെ ആ ഒരു ഗ്യാപ്പിലും കംപ്ലീറ്റ് പോട്ട് വെച്ചിട്ട് അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പോട്ട് പോലും ചെടിച്ചട്ടി വെക്കാത്ത ഒരു ഏരിയ കാണാൻ വേണ്ടി പറ്റൂല. ചെടിനെയും പൂക്കളെല്ലാം ഇഷ്ടമുള്ളവരുടെ വീട്ടിൽ പോയാൽ ഇതായിരിക്കും അല്ലേ അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ചെടിനെല്ലാം ഇഷ്ടമുള്ള. പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ട ഇതിൻ്റെ പേര് ജിംക്കി എന്നാണ് കേട്ടോ. ജിംക്കി പോലെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്, അറിഞ്ഞുകൊണ്ട് ഇട്ട പേര് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് തന്നെ ഇതുപോലെ ഇങ്ങനെ ജിംക്കി പോലെ തന്നെയാണ് താന്നിട്ട്. അപ്പോൾ ഇതിങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഉള്ളു കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറേനു അത്. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ട, ഈ ഒരു സൈഡ് ഇവർ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തെങ്ങ് വരുന്ന ഭാഗങ്ങളെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല അലങ്കാരപ്പണികളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോട്ടിലെല്ലാം സെറ്റാക്കി വരുന്നതേ ഉള്ളൂ എന്ന് തോന്നും കേട്ടോ. അതിലൊന്നും അധികം ചെടികളൊന്നും കാണുന്നില്ല. പിന്നെ ഇതെല്ലാം കണ്ട, ഇതെല്ലാം എന്തെല്ലോ എക്സ്പെരിമെൻ്റെല്ലാം ചെയ്തിട്ട് അങ്ങനെ വെച്ച സംഭവങ്ങളാണ്. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ എന്താണെന്ന്. ഇത് ബാക്ക് സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇവർ എക്സ്പെരിമെൻറ്റ് ചെയ്ത ചെടികളെല്ലാം ഇവിടെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത് സക്സസ് ആയാൽ അതിനങ്ങ് ഫ്രണ്ടിലേക്ക് കടത്തിവിടും. അപ്പോൾ ഇതെല്ലാം പിന്നെ ഇനി എന്തെങ്കിലും പച്ചക്കറികളും പിന്നെ ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലും എല്ലാം ആയിരിക്കും കേട്ടോ. ഈ ഒരു ചെടിയെല്ലാം എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മളെ സ്വന്തം തക്കാളി, കുറച്ചധികം തക്കാളിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയെല്ലാം ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ. കറിയെല്ലാം ആക്കുമ്പോൾ ഒന്ന് പറിക്കുക ഇടാം, അത്രയേ വേണ്ടൂ. പിന്നെ ഇത് കാന്താരിയാന്ന് തോന്നുന്നു കേട്ടോ. കാന്താരി കാണുന്നില്ലേ? അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബാക്കിൽ തന്നെയാണ് എൻ്റെ വീടും വരുന്നത്. ഈ വീടിൻ്റെ കുറച്ച് ബാക്കിൽ. പിന്നെ കുറച്ച് തേങ്ങയെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, ഇന്നലെ തേങ്ങ പറിച്ചുകൊണ്ടാണ്. പിന്നെ ഇവിടെയും കുറേ അധികം വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട്. ഒന്നിൻ്റെയും പേരറിയാത്തതുകൊണ്ട് പേര് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല.
പിന്നെ ഇതാ ഇവിടെയും തക്കാളിൻ്റെ വള്ളിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെയും കുറേ തക്കാളിയെല്ലാം ആയിട്ടും ഉണ്ട്. പിന്നെ ഇതാ ഇതെല്ലാം ഫ്രണ്ടിൽ വെക്കുന്ന ചെടിയാണ് കേട്ടോ. അതെല്ലാം എന്തിനാ അവർ ബേക്കിൽ കൊണ്ടുവച്ചതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ എന്തെങ്കിലും ചിക്കന് മീനെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ, പുറത്ത് വന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ഇതാ ഇവിടെയും എന്തെല്ലോ ടൈപ്പ് ചെടികളെല്ലാം ഉണ്ട് കേട്ടോ, പോട്ടിലും പിന്നെ ഇങ്ങനെ അവിടെ തന്നെ നട്ടതും അങ്ങനെയെല്ലാം ആയിട്ട്. പിന്നെ ഇതാ ഇവിടെ മത്തങ്ങയല്ല സോറി, ഇത് പാവയ്ക്ക അങ്ങനത്തെ എന്തെല്ലോ ടൈപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഫ്ലവർ വേണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ എല്ലാം പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തോ ഒരു മൊട്ടും ഫ്ലവറും കൂടി ഇങ്ങനെ ഒരു മിങ്കിളായ പോലത്തെ ഒരു ടൈപ്പ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതാ കറിവേപ്പിലയും പിന്നെ എന്തെല്ലോ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വീടിൻ്റെ ഓൾമോസ്റ്റ് 4 സൈഡ് നമ്മളിപ്പോൾ കവർ ചെയ്തല്ലോ. അപ്പോൾ ഇതാ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴുള്ള വ്യൂ ആണിത്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ചെറിയ കാറ്റെല്ലാം വരുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ ഇവരുടെ സിറ്റ് ഔട്ട് ഇതുപോലെ എൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലെ കോർണർ ഇങ്ങനെ ഓണാക്കിയിട്ട് കാണാം. വെള്ളം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓണാക്കിയിട്ട് ആ ഒരു സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ. മീനില്ലല്ലോ. ഇത് 3 കളറിലുണ്ടാവാം. വിരിയുമ്പോൾ ഡാർക്ക് വയലറ്റ്, പിന്നെ ലൈറ്റ് വയലറ്റ്, കൊഴിയാൻ പോകുമ്പോൾ വൈറ്റ്. ഇതിപ്പോൾ പൊഴിയാൻ പോകുന്ന പൂക്കളാണ്. ഓ അങ്ങനെയുണ്ട്, 3 കളറാവും. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ. അപ്പോൾ ഇന്നലെ എന്താ കളർ ഉണ്ടായേ? ഇന്നലെ ലൈറ്റ് വയലറ്റ്, മിനിഞ്ഞാന്ന് ഡാർക്ക് വയലറ്റ്. നല്ല പനിനീരിന്റെ വേണോ? ഏത്? ഓ ഇതാ അതിന്റെ വയലറ്റാ. ഈ പൂവിന്റെ പേര് യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ. വിരിയുന്ന സമയത്ത് ഡാർക്ക് വയലറ്റ് ആയിട്ടുണ്ടാവും, പിന്നീട് ലൈറ്റ് വയലറ്റ്, അവസാനം വെള്ള കളറ് ആയിട്ടാണ് പൂവ് കൊഴിയുന്നത്. ഈ പൂവുകൾക്ക് നല്ല വാസനയാണ്. ഇതാ അഡീനിയം. ഇതാ അഡീനിയം അഡീനിയം. തക്കാളിയെല്ലാം കണ്ട്. ഓ ഇതാ 10 മണികള്. ഇതാ ഈ വൈറ്റ് കാണുന്നേതാ? ഈ വൈറ്റ് പൂ എന്നിട്ട് ഇപ്പൂ വിരിയുന്നുണ്ടല്ലോ. 4 മണി പൂവുണ്ടാ? ഇതാ ബോൺസായി. ബോൺസായി ടൈപ്പിൽ വളർത്തിയിട്ടുള്ള ബൊഗൺവില്ലകളാണ്. ഇതിന് പ്രത്യേക ചട്ടിയിലാണ് ഇത് വളർത്തുന്നത്. അതായത് ഇതിൻ്റെ ഇതൊക്കെ എന്താ, മരത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്, എന്നാലും പൂക്കളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മരം പോലെ ഇങ്ങനെ ചെറിയ മരം, അതായത് ഒരു മരത്തിൻ്റെ ലുക്ക് ഉണ്ടാവും. പൂത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകതരം ചട്ടിയിലാണ് ഇത് വളർത്തുന്നത്, സാധാരണ ചട്ടിയിൽ നിന്നല്ലാണ്ട്. അതുപോലെ ബോൺസായി ആരും പോകുന്നുണ്ട്. ഏത് ബോൺസായി ആലാന്നത്, കാരണം ആ ആലുവയ്ക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഈ തായ്വേര് കണ്ടാൽ അറിയാൻ പറ്റും. ഇതിന് പൂവുണ്ടാവോ? ആൽമരം വേരിനോടടുപ്പിച്ച് ഇത് വർഷങ്ങളോളം പ്രായമുണ്ട്, 25 വർഷത്തോളം പ്രായമുണ്ട്. ചട്ടിക്ക് ഇങ്ങനെ മാറ്റി നട്ടതായിരിക്കും. ഇതിന് പ്രത്യേകം പരന്ന ചട്ടിയിലേക്ക് അതിൻ്റെ വേര് കാണത്തക്ക രീതിയിൽ നടുന്നതാണ്. അതായത് ഇത് പ്രൂൺ ചെയ്യുക എന്ന് പറയുന്നത്, വെള്ളം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് കമ്പി കെട്ടിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടമുള്ള രൂപത്തിലേക്കാക്കി മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വളർന്നു വരുന്ന ശിഖരങ്ങളും വേരുകളും മുറിച്ചു മാറ്റി ചട്ടിയിൽ മാറ്റി നടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് ഒരു സാധാ ചെടി പോലെ അങ്ങ് വളർന്നു വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്യുന്നത്. ഇതെന്താണ്? പീസ് ലില്ലി ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു വെള്ള പൂക്കളുണ്ടാവും. അത് നല്ല രസമുണ്ട് കാണാൻ. മെഹന്തി ഇൻഡോർ ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന മെഹന്തി പ്ലാന്റ് ആണ്. അത് ഇൻഡോറായിട്ട് ഉപയോഗിക്കാം, ഔട്ട്ഡോറായിട്ട് ഉപയോഗിക്കാം.
മെഹന്തി ഒറിജിനൽ മെഹന്തി അല്ല, ഇൻഡോർ മെഹന്തി. ഏകദേശം ഒരു കറിവേപ്പില ടൈപ്പിലാണ് അത് വളരുന്നത്. ബോഗൺവില്ല ഏകദേശം ഒരു 130ഓളം ചട്ടിയുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റികളും ഉണ്ട്, അതിനകത്ത് തന്നെ ബോൺസായി ഉണ്ട്, നാടൻ വെറൈറ്റി ഉണ്ട്, പിന്നെ ഡ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റി ഉണ്ട്. രണ്ട് തരം പിന്നെ ഇലകളിൽ തന്നെ 2 തരം പൂക്കളാവുന്ന ചെടിയും ഉണ്ട്. അതാണിത്. ഒരു കൊമ്പിൽ തന്നെ 2 തരം പൂക്കളുണ്ടാവും. റോസ് ഉണ്ടാവും, വെള്ളയും ഉണ്ടാവും. ചിലപ്പോൾ റോസും വെള്ളയും മിക്സ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക 2 തരം കളറാണ്, പച്ചയും വെള്ളയും. എല്ലാത്തിൻ്റെ ഇല പച്ചയാണ്. ഇലകൾക്ക് പ്രത്യേകതരം ഷൈനിങ്ങുമാണ്. ചെറിയ ഇലകളാണ്. ഇതിലെ പൂക്കൾ ഡാർക്ക് നിറമുള്ളതായിരിക്കും. ചിലപ്പം റെഡും ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും. മൊണാലിസ ബൊഗൺവില്ല. ഇത് രണ്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, ആ ലീഫിൻ്റെ മാറ്റം. ലീഫിന് പ്രത്യേക തിളക്കമുണ്ടാവും. പൂക്കൾ അധികം ഉണ്ടാവില്ല, എങ്കിലും ആ ലീഫിൻ്റെ തിളക്കം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ പേര് ഫയറോപ്പാൽ. അത് ഹൈബ്രിഡാണ്, വില കൂടിയ ഒരു വെറൈറ്റിയാണ് ഫയറോപ്പാൽ. ഫയറോപ്പാലിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡിലുള്ള ഇല വരുന്ന ചെടിയാണ് ഇതിന് തൊട്ടെടുക്കുന്നത്. ഹൈബ്രിഡ് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് ഹൈബ്രിഡാണ്. ബ്രസ പീച്ച് എന്ന ഒരു ഇനാണിത്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ബ്രസ പീച്ച്. ഏതൊരു കുട്ടി മരങ്ങളുടെ ഒരു ലുക്കാണുള്ളത്. അത് എപ്പോഴും മരത്തിൻ്റെ അതേ രീതിയിൽ തന്നെ വെട്ടി ശിഖരങ്ങൾ ഒതുക്കിയത് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ആകൃതിയിൽ കിട്ടും. ഇതെന്താ കാക്ടസ് ടൈപ്പാണ്. എന്താ സിസി പ്ലാന്റ്, സിസി ബ്ലാക്ക് സിസി ഉണ്ട്. ബ്ലാക്ക് സിസി ഡോറിലെടുക്കുക. ഗ്രീൻ സിസി, ബ്ലാക്ക് സിസി. സിസി വർഗത്തിൽപ്പെട്ട ബ്ലാക്ക് സിസി. ഗ്രീനും കൂടിയുണ്ട്. ഗ്രീൻ നമ്മൾ നേരത്തെ കണ്ടത്. ഇത് ബ്ലാക്ക് സിസി. ഇതെന്താ? അത് സ്നേക്ക് പ്ലാന്റ്. ഏകദേശം പാമ്പിന്റെ ഉപ്പിലിന്റെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് ഒരു തുണി പോലെ കാണുമ്പോ ഒരു തുണി പോലെ ഉണ്ടല്ലോ. അങ്ങനെയാണോ? പാമ്പ് നിലത്ത് കിടന്ന് എഴയുന്നത് പോലെയാണ് വളരുന്നത്. അതാണ് അങ്ങനെ ഒരു പേര് വന്നത്. നല്ല ഗാർഡനിൽ കയറി പോലെ ഉണ്ടല്ലേ. ഇതെല്ലാം ഒറിജിനലാ? ഫുള്ള് കംപ്ലീറ്റ് ഒറിജിനലാ? വീടിൻ്റെ പുറത്ത് മാത്രമല്ല കേട്ടോ, വീടിൻ്റെ ഉള്ളിലും കംപ്ലീറ്റ് ചെടികൾ കൊണ്ട് ഇവർ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ വീടിൻ്റെ ഉള്ളും കാണാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീടിൻ്റെ ഹോം ടൂർ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടാം, ഞാനൊരിക്കൽ ഹോം ടൂർ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇതാ എല്ലാ കോർണറിലും കുറേ അധികം ചെടികളുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ മണി പ്ലാന്റ് എല്ലാം വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മണി പ്ലാന്റ് എല്ലാം അവിടെ നിന്നും ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുരുവിക്കൂടെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ ഇഷ്ടമായെന്ന് കമൻറ്റ് ഇടുക. മീൻസ് ഇത് വോയിസ് ഓവർ കൊടുത്ത ഭാഗമാണോ കൊടുക്കാത്ത ഭാഗമാണോ ഇഷ്ടമായെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.